ഹലോ എവരിവൺ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതിന്റെ പ്രീവിയസ് വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഇംപ്ലൈസ് പ്ലാനിങ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദ്യം. അപ്പോ നമ്മള് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ എന്തൊക്കെയായിരുന്നു? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ് എന്നൊക്കെയുള്ള കുറച്ച് ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫങ്ഷൻസ് റിലേറ്റ്, അപ്പൊ ഇതിലെ ഡയറക്റ്റിംഗ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റാഫിംഗ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്തതിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് മോട്ടിവേഷൻ കൊടുക്കുക, അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുക, ലീഡർഷിപ്പ്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ഡയറക്റ്റിംഗ് ഫംഗ്ഷനിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ 1 and 2 ഉണ്ട്, 3 and 4 ഉണ്ട്, 2 and 4, 2, 3 and 4 എന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് രണ്ട് ഓപ്ഷൻ എന്തായാലും അല്ല. കാരണം എന്താണ്? പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ ആണ്, മാനേജ്മെന്റിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ്. സ്റ്റാഫിംഗും അതുപോലെ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ ആണ്. ഇവിടെ ഡയറക്റ്റിംഗിന്റെ ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. അപ്പോ 3 and 4 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഡയറക്റ്റിംഗിൽ വരുന്നതാണ് ഏത്? മോട്ടിവേഷൻ, അതുപോലെ തന്നെ സ്കിൽ ട്രെയിനിങ്, സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് the staff performs the function of. ഇപ്പൊ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ അതിൽ ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് വേരിയസ് ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിൽ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ലൈൻ, അതായത് ബ്രേക്ക് ചെയ്യാത്ത ഒരു ലൈൻ, വെർട്ടിക്കൽ ലൈൻ, അത് ശരിക്കും എങ്ങനെയാണ്? ടോപ്പ് ടു ബോട്ടം ആണ്. അപ്പൊ അവിടുത്തെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള അതോറിറ്റിയാണ്. അപ്പോൾ അതോറിറ്റി ഇൻ ലൈൻ ആണ്. അതില് സ്റ്റാഫിന്റെ ഫംഗ്ഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും എന്താണ്? സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഇപ്പോ മാനേജറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെ അദ്ദേഹത്തിനെ അഡ്വൈസ് ചെയ്യാനായിട്ട് ആരുണ്ടാവും? സ്റ്റാഫ് ഉണ്ടാവും. സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ, ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്ലാനിംഗ് ഫംഗ്ഷനിൽ അവർ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാനേജീരിയൽ ആക്ടിവിറ്റി, അതർ മാനേജീരിയൽ ആക്ടിവിറ്റിയിൽ അവർ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്തുണ്ട്? അവര് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ ഓപ്ഷനിൽ മാനേജ്മെന്റ് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്വൈസിംഗ് ദ മാനേജ്മെന്റ്, അസൈനിങ് റെസ്പോൺസിബിലിറ്റി, നൺ ഓഫ് ദി അബവ്. അപ്പൊ ഒരു കാരണവശാലും മാനേജ്മെന്റിൽ അവർ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. അവര് ജസ്റ്റ് എന്ത് ചെയ്യുന്നേ ഉള്ളൂ? അഡ്വൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അസൈനിങ് റെസ്പോൺസിബിലിറ്റി ഒരു കാരണവശാലും വരില്ല. കാരണം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതോറിറ്റി ഒന്നും അവര് എന്ത് ചെയ്യുന്നില്ല, അതിന് ഇൻഫ്ലുവൻസ് അവർ ചെയ്യുന്നില്ല. അവര് ഒരു മാനേജീരിയൽ അല്ലെ ടോപ്പ് മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള എന്താണ്, ഒരു സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്തിന്റെ, ഈ ഒരു സ്റ്റാഫിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അഡ്വൈസറി ഡ്യൂട്ടിയാണ്. ഇതാണ് ഒരു ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മാനേജിംഗ് ഡയറക്ടറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരൊക്കെ ഉണ്ടാവും? ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടാവും, ടെക്നിക്കൽ അഡ്വൈസർ, ലീഗൽ അഡ്വൈസർ, അങ്ങനെ പല പല ടൈപ്സ് ഓഫ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കിൽസ് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്? അപ്പൊ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ബോട്ടം ലെവൽ മാനേജ്മെന്റ്, ഈ മാനേജ്മെന്റിന് ആവശ്യമായിട്ട് ഉള്ള കുറച്ച് സ്കിൽസ് ഉണ്ട്. മെയിൻലി 3 സ്കിൽസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ടെക്നിക്കൽ സ്കില്ലുണ്ട്, ഹ്യൂമൻ റിലേറ്റഡ് സ്കില്ലുണ്ട്, കൺസെപ്ച്വൽ സ്കില്ലുണ്ട്. അപ്പൊ കൺസെപ്ച്വൽ സ്കിൽ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ഒരു ഡേറ്റ അതിനെ ഇപ്പൊ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കഴിവ്, അതാണ് കൺസെപ്ച്വൽ സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കോൺസെപ്റ്റ്, അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട്
പ്ലാൻ ചെയ്യാനും അതിനനുസരിച്ചിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഇപ്പൊ ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും കൺസെപ്ച്വൽ സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ടെക്നിക്കൽ നോളജ്. ഇപ്പൊ ഒരു ടാസ്ക് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ടെക്നിക്കലി അവെയർ ആയിരിക്കണം, അത് എന്താണ് അതിൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ടെക്നിക്കൽ സ്കില്ലിൽ വരിക. ഹ്യൂമൻ റിലേറ്റഡ് സ്കിൽ എന്ന് പറയുമ്പോൾ ഓപ്പറേറ്ററുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് താഴെയുള്ള മാനേജ്മെന്റുമായിട്ടും അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റുമായിട്ടും ഒരു നല്ല റിലേഷനിൽ അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുക, ആ ഒരു സ്കില്ലാണ് ഹ്യൂമൻ റിലേറ്റഡ് സ്കിൽ. അപ്പൊ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏത് ഹ്യൂമൻ റിലേറ്റഡ് സ്കില്ലിൽ ശരിക്കും വരുന്നത്. അപ്പോ ഇവിടുത്തെ ഓപ്ഷനിൽ ഈ മൂന്നും കൊടുത്തിട്ടുണ്ട്, ഓൾ ഓഫ് ദി അബോവ് ഉണ്ട്. അപ്പോ ഉത്തരം എന്തായിരിക്കും? ഹ്യൂമൻ റിലേറ്റഡ് സ്കില്ലാണ് എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ ലെവൽ ഓഫ് മാനേജ്മെന്റിനും ആവശ്യമായിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേറ്റഡ് സ്കിൽ. ഇപ്പൊ ടെക്നിക്കൽ സ്കില്ലിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഓപ്പറേഷൻ ലെവലിലാണ്. മിഡിൽ ലെവൽ ആൻഡ് ബോട്ടം ലെവലിലാണ് ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ സ്കിൽ വേണ്ടത്. പക്ഷെ കൺസെപ്ച്വൽ സ്കിൽ അത് പ്ലാൻ ചെയ്യുന്നവർക്കാണ്. അപ്പൊ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും എവിടെയാണ്? ടോപ്പ് മാനേജ്മെന്റ് ആണ്. അപ്പൊ അവർക്കാണ് കൺസെപ്ച്വൽ സ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ആ സ്കില്ലിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്കിൽ അല്ലെങ്കിൽ എല്ലാ മാനേജ്മെന്റ് ലെവലിലും ആവശ്യമായിട്ടുള്ളത് ഏതായിരിക്കണം? ഹ്യൂമൻ റിലേറ്റഡ് സ്കില്ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ദ അതോറിറ്റി ലൈസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലൈൻ ആൻഡ് സ്റ്റാഫ്, അതിലെ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? അതോറിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടുത്തെ ആൻസർ ഏത് തന്നെയായിരിക്കും? ലൈൻ എന്നുള്ളതാണ് ആൻസർ. അപ്പൊ അതോറിറ്റി എപ്പോഴും ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും. അതായത് ടോപ്പ് മാനേജ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ അതോറിറ്റി, അവിടുന്ന് താഴേക്ക് വരുന്നവരും കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ തിരിച്ച് മുകളിലേക്കാണ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോ അതോറിറ്റി എന്ന് വെച്ചാൽ റൈറ്റ് ടു കമാൻഡ്, അല്ലെങ്കിൽ ഒരു കമാൻഡ് കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കാനോ ഒക്കെയുള്ള ഒരു പവർ, അതിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. അത് ഒബേ ചെയ്യുക, അതിനെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ അത് ആ ഒരു ടാസ്ക് ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ റെസ്പോൺസിബിലിറ്റി ഏറ്റവും കൂടുതൽ ബോട്ടം ലെവൽ മാനേജ്മെന്റിനാണ് വേണ്ടത്. അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും റെസ്പോൺസിബിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ലൈൻ ഓർഗനൈസേഷൻ അല്ലെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിലെ അതോറിറ്റി എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഇൻ ലൈൻ ആയിരിക്കും. Next question, which of the following is true with respect to the planning function? To make a blueprint of ideas and work, to tell the work allocation to all, monitoring whether the things allocated are done properly, none of the above. Planning എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഡിക്ഷൻ എന്നുള്ളതും വരും, അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്യുന്നതാണ് പ്ലാനിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അറിയാം ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് ഏത് രീതിയിൽ ചെയ്യണം. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ബ്ലൂ പ്രിന്റ്. അതായത് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ക്ലിയർ ഐഡിയ നമുക്ക് എവിടെ കിട്ടും? പ്ലാനിങ് ഫംഗ്ഷനിൽ നമുക്ക് കിട്ടും. അപ്പോ ഇവിടുത്തെ ആൻസർ വരുന്നത് എന്താണ്? ടു മേക്ക് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഐഡിയാസ് ആൻഡ് വർക്ക്. രണ്ടാമത്തെ ഓപ്ഷൻ വരുമോ? ടു ടെൽ ദ വർക്ക് അലോക്കേഷൻ ടു ഓൾ. അതായത് വർക്കിനെ അലോക്കേറ്റ് ചെയ്യുക. അപ്പൊ അത് ഓർഗനൈസിങ്ങിനകത്ത് വരുന്നതാണ്. വർക്ക് അലോക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാഫിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഓർഗനൈസിങ്ങിലാണ്. ഇനി അവരെ റിക്രൂട്ട് ചെയ്യുന്നതൊക്കെയാണ് സ്റ്റാഫിങ്ങിൽ വരുന്നത്. അവർക്ക് വേണ്ട ട്രെയിനിങ്സ് അല്ലെ അതിൽ നിന്ന് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഡയറക്ടിങ്ങിൽ വരുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് എന്താണ്? കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസിൽ വരുന്നത്. അപ്പോ ഇവിടെ പ്ലാനിംഗ് ഫംഗ്ഷനിൽ വരുന്ന ആൻസർ ഏതായിരിക്കും? ടു മേക്ക് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഐഡിയാസ് ആൻഡ് വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാനിംഗ് ഫംഗ്ഷൻ ഈസ് മെയിൻലി പെർഫോംഡ് അറ്റ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് എന്താണ്? ടോപ്പ് മാനേജ്മെന്റ് ലെവലാണ് പ്ലാനിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ടോപ്പ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ടോപ്പ് മാനേജ്മെന്റിന്റെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയുടെ ഫ്ലോ ഓർത്തിരിക്കുക. ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് അവർക്കാണ് ഏറ്റവും കൂടുതൽ അതോറിറ്റി താഴേക്ക് വരുന്നതും കുറഞ്ഞു കുറഞ്ഞു വരും. റെസ്പോൺസിബിലിറ്റി നേരെ തിരിച്ചാണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്തായിരിക്കണം? ബാലൻസ്ഡ് ആണ്. എന്നാൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ടൈലേഴ്സ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഗ്യാങ് ബോസ് അതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഗ്യാങ് ബോസ് എന്ന് പറയുമ്പോൾ എന്താണ്?
സർട്ടൺ പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ലീഡ് ചെയ്യുന്ന ആളാണ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പല രീതിയിലുള്ള ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ട് നമ്മൾ പല രീതിയിൽ ബോസ് ഉണ്ട്. അപ്പൊ അതിലെ ഗ്യാങ് ബോസ് എന്ന് പറയുമ്പോൾ മെഷീൻസിനെ അല്ലെങ്കിൽ അതുപോലെ ടൂൾസിനെ ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ഒരു ഗ്യാങ് ബോസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു മെഷീൻ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലാക്കി വെക്കുക, അത് എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്ത് ഗ്യാങ് ബോസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ടൈം റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നതാണ് സ്പീഡ് ബോസിന്റെ ഡ്യൂട്ടി. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഫങ്ഷണൽ ഓർഗനൈസേഷനിലെ ഗ്യാങ് ബോസ് എന്ന് പറഞ്ഞ എന്താണ്? ഇൻസ്പെക്ട് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഡൺ ആണോ? അല്ല, അത് ക്വാളിറ്റി ഇൻസ്പെക്ടർ ആണ്. അപ്പൊ അത് നമ്മൾ പറഞ്ഞതാണ്. ഇഷ്യൂസ് ഇൻസ്ട്രക്ഷൻ ടു വർക്കേഴ്സ്, അതുമല്ല, അത് സൂപ്പർവൈസർ ആണ് അത് ചെയ്യുന്നത്. സെറ്റപ്പ് ടൂൾസ് ആൻഡ് മെഷീൻസ് ഫോർ വർക്ക്, അതാണ് ഗ്യാങ് ബോസ് എന്ന് പറയുന്നത്. കംപ്ലൈൻസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അല്ല. അപ്പോ ആൻസർ എന്താണ്? സെറ്റപ്പ് ടൂൾസ് ആൻഡ് മെഷീൻസ് ഫോർ വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ എന്താണ് ഓപ്ഷൻസ് നോക്കിക്കേ. ദർ ആർ നോ അഡ്വൈസേഴ്സ്, ദ എക്സിക്യൂട്ടീവ്സ് അലോൺ ഹാവിംഗ് ദ അതോറിറ്റി ആൻഡ് കോമ്പറ്റൻസ്. ഏതായിരിക്കും ആൻസർ? The organization is divided into functions with a specialist having authority. നമുക്കറിയാം ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്താണ്? സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെഷ്യലൈസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ അവിടെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഉണ്ടാവും. അതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഓർഗനൈസേഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ഫങ്ഷൻസ് വിത്ത് സ്പെഷ്യലിസ്റ്റ്. Next question, decentralization of an organization is commanded on account of which of the following advantage? Decentralization of an organization. അപ്പോൾ decentralization ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഡെലിഗേഷൻ ഓഫ് ആൻ അതോറിറ്റി, അത് ചെയ്യുമ്പോഴാണ് ശരിക്കും ഡീസെൻട്രലൈസേഷൻ വരുന്നത്. അതായത് ലീഡർഷിപ്പ് സ്പ്ലിറ്റ് ചെയ്ത് പോവുക. ഒരാൾക്ക് ഇപ്പോ അവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടോപ്പ് മാനേജ്മെന്റിന്റെ അവരുടെ ഒരു ബേർഡൻ, അവർക്കിപ്പോ ഓവർലോഡാണ്. അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അതിന് തൊട്ട് താഴെയുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ താഴെയുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ആൾക്കാരിലേക്ക് അതോറിറ്റി എന്ത് ചെയ്യുന്നു? ഡെലിഗേറ്റ് ചെയ്യുന്നു. അപ്പോ പിന്നീട് ഈ കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾ അവർക്ക് പകരമായിട്ട്, അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് പകരമായിട്ട് ചെയ്യുന്ന ആരായിരിക്കും? ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇവർക്കായിരിക്കും. അപ്പൊ അതോറിറ്റി മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ശരിയല്ലേ? റെസ്പോൺസിബിലിറ്റി ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ഡീസെൻട്രലൈസേഷൻ കൊണ്ടുള്ള അല്ലെങ്കിൽ അത് അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ റെഡ്യൂസ്ഡ് ബേർഡൻ ഓൺ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, അത് വരാം. ശരിയല്ലേ? എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ്, അതും വന്നൂടെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള അതോറിറ്റി നമ്മളിങ്ങനെ ഡെലിഗേറ്റ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് എക്സ്പേർട്സ് വരത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരാൾ ഒരേ ഡ്യൂട്ടി തന്നെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അയാൾക്ക് ഒരിക്കലും ഒരു ഇമ്പ്രൂവ്മെന്റ് വരില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അവർ എക്സ്പേർട്ടാണ്. അപ്പൊ അവരിലേക്ക് നമുക്ക് ആ ഒരു അതോറിറ്റി നമുക്ക് ഏൽപ്പിക്കാനായിട്ടൊക്കെ പറ്റും. ശരിയാണല്ലോ? അപ്പൊ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റും വരും, ഇംപ്രൂവ്മെന്റ് ഓഫ് മൊറൈൽ അതും വരും. സോൾവ്സ് പ്രോബ്ലംസ് ഓഫ് കോർഡിനേഷൻ, അത് വരുമോ? കാരണം ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ഫംഗ്ഷൻ ആണ്. അപ്പൊ പ്ലാനിങ് ഫംഗ്ഷനിൽ ഉള്ള ഒരു സാധനമാണ് ഏത്? അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ്, മാനേജ്മെന്റിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഡീസെൻട്രലൈസേഷൻ പറ്റുമെന്ന്, അതൊരിക്കലും ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ ഡീസെൻട്രലൈസേഷൻ കൂടുതൽ കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേഷൻ ആവുകയാണ് ശരിക്കും ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ അതോറിറ്റി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ അതോറിറ്റി സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതൊരിക്കലും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ആൻസർ എന്തായിരിക്കും? 1, 2 and 3 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, മെട്രിക്സ് ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു എ ടീം ഓഫ്. അപ്പോ മെട്രിക്സ് ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു എ ടേം ഓഫ്. അപ്പോ ഇവിടെ മെട്രിക്സ് ഓർഗനൈസേഷൻ, ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ മെട്രിക്സ് ഓർഗനൈസേഷൻ പറഞ്ഞപ്പോ അതില് റോസ് ആൻഡ് കോളംസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഓരോ ഫങ്ഷൻസിന് അനുസരിച്ചിട്ട് ആൾക്കാരെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് റോ ആൻഡ് കോളം ആയിട്ട്. അപ്പോ അവിടെ ഒരു സെയിം ടാസ്ക് ഇപ്പൊ പല പ്രോജക്റ്റ് ഒരു കമ്പനി വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പല പ്രോജക്റ്റിലും അതിനകത്തുള്ള ഇപ്പൊ ഒരു മാനേജർ ചിലപ്പോ വേരിയസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോ ചിലപ്പോ ഇതിലെ ഒരു മാനേജർ എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രോജക്റ്റിൽ ചിലപ്പോൾ അയാളായിരിക്കും അതിലെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്.
ഇപ്പൊ പ്രൊഡക്ഷൻ മാനേജർ എന്നുള്ള ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ പറയുമ്പോൾ അതിലെ പ്രൊഡക്ഷൻ മാനേജർ, ആ പ്രൊഡക്ഷൻ മാനേജർ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൽ അയാൾ എന്ത് ചെയ്യാം, അയാളായിരിക്കാം അതിലെ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. അപ്പൊ ടോപ്പ് മാനേജ്മെന്റ് പീപ്പിൾ അയാളായിരിക്കാം. അപ്പൊ അങ്ങനെ റോ ആൻഡ് കോളം ആയിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യുന്നതാണ് എന്ത് ശരിക്കും മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏത് വരും? മാത്തമാറ്റിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ഇവന്റ്സ് ഇൻ കോളംസ് ആൻഡ് റോസ്. ഇതാണ് ഒരു മെട്രിക്സ് ഓർഗനൈസേഷൻ. ഇവിടെ കോളംസ് ആയിട്ടും ഉണ്ട്, റോ ആയിട്ടും ഉണ്ട്. ഓരോ പ്രോജക്റ്റ് അനുസരിച്ചിട്ട് ടാസ്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനകത്ത് തന്നെ ഇന്റേണലി ഡെവലപ്പ് ചെയ്യാണ് എന്ത് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ദാറ്റ് ഈസ് മെട്രിക്സ് ഓർഗനൈസേഷൻ. അടുത്തത് സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് ദാറ്റ്. സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്? സ്പാൻ ഓഫ് കൺട്രോൾ ഇപ്പൊ നമ്മളൊരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു മാനേജർ, ആ മാനേജറിന് ഒരു കമ്പനിയിലുള്ള എല്ലാ ആൾക്കാരെയും ലീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർ ലിമിറ്റഡ് ആവണം. അപ്പൊ അതിന് ചെയ്യുന്ന എന്താണ്, ഓരോ മാനേജേഴ്സിനും അല്ലെങ്കിൽ ഓരോ സൂപ്പർവൈസേഴ്സിനും കീഴിൽ ഒരു 5 പേര് അല്ലെങ്കിൽ മാക്സിമം അത്ര ഒരു ഇത്ര എമൗണ്ട് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അപ്പൊ അവരെ മാത്രം ഡയറക്റ്റ് ചെയ്താൽ മതി. ശരിയാണല്ലോ. അപ്പൊ ആ ഒരു നമ്പറിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സൂപ്പർവൈസർ, ആ സൂപ്പർവൈസർ 5 വർക്ക്മെനിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ 5 വർക്ക്മെനിനെയാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോ ഈ 5 എന്നുള്ളത് എന്താണ്? സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരിക എന്ന് നോക്കിയേ. എ മാനേജർ ക്യാൻ സൂപ്പർവൈസ് ഓൺലി എ ലിമിറ്റഡ് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ്. അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരു പ്രിൻസിപ്പിൾ ആണ്, മാനേജ്മെന്റിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഈ സ്പാൻ ഓഫ് കൺട്രോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ജനറൽ മാനേജർ ആസ്ക് ദ സെയിൽസ് മാനേജർ ടു റിക്രൂട്ട് സം സെയിൽസ്മാൻ ഓൺ ഹിസ് ബിഹാഫ്, ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എന്തായിരിക്കും? അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അല്ലെ? അതോറിറ്റി അയാൾ ഡെലിഗേറ്റ് ചെയ്തു. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോ ഇവിടുത്തെ ഓപ്ഷൻ സി ആയിരിക്കും എന്ത് ആൻസർ ആയിട്ട് വരിക. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എഫക്റ്റീവ് ഡയറക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ. എഫക്റ്റീവ് ഡയറക്ഷൻ, ഇപ്പൊ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിംഗ് ആണ്, മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് ഡയറക്റ്റിംഗ്. അപ്പോ അത് ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാണെന്നാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാണ്? ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി അല്ലെങ്കിൽ പ്യൂർലി ബേസ്ഡ് ഓൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലെ? ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ ത്രെഡ്സ് അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ പ്രൈം ഫാക്ടർ. ഫോഴ്സസ് അറ്റ് ദ സബോർഡിനേറ്റ് ലെവൽ, അതും ഡയറക്ഷന്റെ ഒരു അല്ലെങ്കിൽ ഡയറക്ടിങ്ങിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഫോഴ്സസ് അറ്റ് ദ സബോർഡിനേറ്റ് ലെവൽ, അതായത് അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്ത് സ്കിൽഫുൾ ആയിട്ടുള്ള എംപ്ലോയീസ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ അതും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഡിപ്ലോയ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അതും ഏതിൽ വരും? ഡയറക്ടിങ്ങിന്റെ ഒരു പാർട്ടാണ് ഹ്യൂമൻ റിസോഴ്സസിനെ ഡിപ്ലോയ് ചെയ്യാന്നുള്ളത്. എബിലിറ്റി ഓഫ് ദ മാനേജർ, അത് ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഡയറക്ടിങ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? എബിലിറ്റി ഓഫ് ദ മാനേജറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലീഡർഷിപ്പ്, അതുപോലെ തന്നെ ഈ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസിന്റെ ഡിപ്ലോയ്മെന്റ്, ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ഒരു ഡയറക്ടിങ് ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. പ്ലാനിങ് റെഫേഴ്സ് ടു ലുക്കിംഗ് ബാക്ക്വേർഡ്, ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, ലുക്കിംഗ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ് ടു ഡിസൈഡ് ആൻ ആക്ഷൻ ടു ബി ടേക്കൺ. ലുക്കിംഗ് അഹെഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലുക്കിംഗ് അഹെഡ്, അപ്പോ ലുക്കിംഗ് ബാക്ക്വേർഡ് അല്ല ഒരിക്കലും. അതായത് നമ്മൾ പുറകിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ചെയ്തു കഴിഞ്ഞൊരു കാര്യം കറക്റ്റ് ആയിട്ടാണോ ചെയ്തത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുന്നതാണ് ഏത്? ലുക്കിംഗ് ബാക്ക്വേർഡ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എവിടെ വരും? കൺട്രോളിങ്ങിൽ വരും. ശരിയാണല്ലോ. ലുക്കിംഗ് ഫോർവേഡ് വരാം, ലുക്കിംഗ് ഫോർവേഡ് എന്നുള്ളത് വരാം. അതായത് മുമ്പിലേക്ക് നമ്മൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഫോർകാസ്റ്റിംഗ് അല്ലെ? അപ്പൊ അത് വരാം. പ്രഡിക്ഷൻ, അത് വരാം. തൊട്ട് താഴെ ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, അതൊരിക്കലും വരില്ല.
അടുത്തത് നോക്കിയേ, ലുക്കിംഗ് അഹെഡ് ആണ്. ലുക്കിംഗ് അഹെഡ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ് ടു ഡിസൈഡ് ആക്ഷൻ ടു ബി ടേക്കൺ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുക മാത്രമല്ല, അതിനനുസരിച്ചിട്ട് എന്തും ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളതും നമ്മൾ എവിടെ ചെയ്യുന്നുണ്ട്, പ്ലാനിങ്ങിൽ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ടു ഡിസൈഡ് ആക്ഷൻസ് ടു ബി ടേക്കൺ അതുകൂടി വരുന്നത് കൊണ്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ എസെൻഷ്യൽ വൺ ആൻഡ് ദ സെയിം. ആണോ? കൺട്രോളിങ് ഈസ് എ പാർട്ട് ഓഫ് ദ പ്ലാനിങ് പ്രോസസ്. Controlling is a substitute for planning. A control process is meaningless without preset goals. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ എസെൻഷ്യലി വൺ ആൻഡ് ദ സെയിം. രണ്ടും ഒന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അല്ല. കാരണം ഇത് രണ്ടും രണ്ട് ഫങ്ഷൻസ് ആണ്. മാനേജ്മെന്റിന്റെ രണ്ട് ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് ഏതൊക്കെ? പ്ലാനിങ്ങും കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് ഇസ് എ പാർട്ട് ഓഫ് പ്ലാനിങ് പ്രോസസ്. ഒരിക്കലും അല്ല, സെപ്പറേറ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൺട്രോളിംഗ് ഇസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാനിങ്. അതുമല്ല. കാരണം പ്ലാൻ ചെയ്ത കാര്യം കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യുന്നതാണ് കൺട്രോളിംഗ്. അപ്പൊ ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? കൺട്രോൾ പ്രോസസ് ഈസ് മീനിങ്ലെസ് വിതൗട്ട് പ്രീസെറ്റ് ഓഫ് ഗോൾസ്. അല്ലെങ്കിൽ പ്രീസെറ്റ് ഗോൾസ്, നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യാതെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുള്ള കാര്യമല്ല. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ? ഏതായിരിക്കും? നമ്മളന്ന് ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് ലൈൻ ഓർഗനൈസേഷൻ ആണ് ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതിൽ നിന്നാണ് ഫർദർ ഇംപ്രൂവ്മെന്റ്സ് വന്ന് ലൈൻ ആൻഡ് സ്റ്റാഫ് വന്നത്. പിന്നെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് സ്പെഷ്യലിസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫങ്ഷണൽ ഓർഗനൈസേഷൻ വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ലൈൻ ഓർഗനൈസേഷൻ. Each subordinate should have only one supervisor whose command he has to obey. This is known as. ഓരോ സബോർഡിനേറ്റിനും ഒരു സൂപ്പർവൈസർ മാത്രമേ ഉള്ളൂ, അല്ലെ? ആ ഒരു പ്രിൻസിപ്പിൾ അതിനെന്താണ് പറയുന്നതെന്നാണ് ചോദ്യം. യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മൾ പറഞ്ഞു യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ഓപ്പറേറ്ററിന് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ല. അയാൾ ആരെ ഒബേ ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ അയാൾക്ക് വരാൻ പാടില്ല. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റി, അല്ലെ ഒരേ ഡയറക്ഷനിലുള്ളതായിരിക്കണം. അപ്പോ അതാണ് ഇവിടുത്തെ യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ ആണ് ഇവിടുത്തെ ആൻസർ വരിക. സ്കേലാർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഹയറാർക്കി, അല്ലെ? ഒരു ഓർഗനൈസേഷൻ ഹയറാർക്കി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്കേലാർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ ദർ ഈസ് എന്തായിരിക്കും? ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ ബി ആണ്. എ ലിമിറ്റ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് എ സൂപ്പർവൈസർ ക്യാൻ എഫക്റ്റീവ്ലി സൂപ്പർവൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മേ നോട്ട് നെസസറിലി ബി ആൻ അഡ്വാൻറ്റേജ് ഓഫ് കോർഡിനേഷൻ? കോർഡിനേഷനിൽ ആവശ്യമില്ലാത്തത്, കോർഡിനേഷന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് അല്ലെങ്കിൽ അതിലില്ലാത്തത് ഏതാണെന്നാണ്? എഫക്റ്റീവ് സൂപ്പർവിഷൻ. നമ്മൾ സൂപ്പർവിഷൻ ഒക്കെ വരുന്നത് എവിടെയാണ്? സ്റ്റാഫിംഗ്, ഡയറക്ടിങ്ങിലാണ്. ശരിയല്ലേ? ഡയറക്ടിങ് അല്ലെങ്കിൽ കൺട്രോളിങ്ങിലൊക്കെയാണ് നമ്മൾ ഈ സൂപ്പർവിഷൻ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ എഫക്റ്റീവ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഏതിലില്ല? കോർഡിനേഷനിൽ ഇല്ലാത്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. സ്കെലാർ പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ ഇംപ്ലൈസ് ദാറ്റ്. എന്താണ് സ്കെലാർ പ്രിൻസിപ്പിൾ? നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ലൈൻ ഓഫ് അതോറിറ്റി ഈസ് ഡിഫൈൻഡ് ക്ലിയർലി. നമുക്കറിയാം ഈ ഒരു ഹയറാർക്കി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അതോറിറ്റിയുടെ ഫ്ലോ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോ ആരാണ് നമുക്ക് കമാൻഡുകൾ തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് ഒബേ ചെയ്യേണ്ടത്, നമ്മൾ ആരിലേക്കാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി. എന്താണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടാസ്ക് ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റ് ഒരു ടാസ്ക് മിഡിൽ ലെവൽ മാനേജ്മെന്റിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു അക്കൗണ്ടബിലിറ്റി ആണ്. അവരിത് ഇന്ന ടാസ്കുകൾ ഈ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോപ്പ് മാനേജ്മെന്റിന്റെ. ഇനി ബോട്ടം മാനേജ്മെന്റിലേക്കുള്ള അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ടാസ്ക് ഫുൾഫിൽ ചെയ്യുക അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു എന്ന് ടോപ്പ് മാനേജ്മെന്റിലേക്ക് അവർ റിപ്പോർട്ട് ചെയ്യും. അതായത് ഇപ്പൊ മാനേജ്മെന്റ് റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്, ഇപ്പൊ നിങ്ങൾ ആക്ടിവിറ്റി എത്ര കംപ്ലീറ്റ് ആയി,
അപ്പൊ ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ടാസ്കിനെ റിട്ടേൺ അല്ലെങ്കിൽ ആ ഒരു എത്രമാത്രം കംപ്ലീറ്റ് ആയി എന്നുള്ളതിനെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് തിരിച്ചുള്ള അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെലാർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സ്കെലാർ ചെയിൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. പ്ലാനിംഗ് ഈസ് ലുക്കിംഗ് അഹെഡ്, കൺട്രോളിംഗ് ഈസ് ലുക്കിംഗ് ബാക്ക്, delegation multiplies leadership, life insurance is contract of indemnity. Planning is looking ahead, ശരിയാണ്. കൺട്രോളിംഗ് ഈസ് ലുക്കിംഗ് ബാക്ക്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യം കറക്റ്റ് ആയിട്ടാണ് ചെയ്തതെന്ന് നോക്കുന്നതാണ് കൺട്രോളിംഗ്. ഡെലിഗേഷൻ മൾട്ടിപ്ലൈസ് ലീഡർഷിപ്പ്, ശരിയല്ലേ? കാരണം ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ലീഡർഷിപ്പ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഒരു ലൈഫ് ഇൻഷുറൻസ് ഒരിക്കലും എന്തല്ല, ഒരു നഷ്ടപരിഹാരം എന്നുള്ളൊരു സംഭവമാണോ? അല്ല. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്ന സാധനം അല്ല ഏത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോ ഓപ്ഷൻ 4 കറക്റ്റ് അല്ല. അപ്പോ ഇവിടെ ഏതായിരിക്കും വരിക? ഓപ്ഷൻ 1, 2 and 3 ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അതോറിറ്റി ഫ്ലോസ് ഡൗൺവേർഡ്സ് ബട്ട് റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് അപ്വേർഡ്സ്. Authority should be equal to responsibility. Both authority and responsibility are divisible. If delegation is the end, then decentralization should be the means. ആദ്യത്തെ 2 ഓപ്ഷനും കറക്റ്റ് ആണ്. അതോറിറ്റി എങ്ങനെയാണ്? ഡൗൺവേർഡ് ആണ് ഫ്ലോ ചെയ്യുന്നത്, റെസ്പോൺസിബിലിറ്റി അപ്വേർഡ് ആണ് ഫ്ലോ ചെയ്യുന്നത്. കാരണം റെസ്പോൺസിബിലിറ്റി താഴെ നിന്ന് മുകളിലേക്ക് കുറഞ്ഞു വരികയാണ്. അപ്പൊ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരായിരിക്കും? ബോട്ടം ലെവൽ മാനേജ്മെന്റ്. അതുപോലെ അതോറിറ്റി ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അതോറിറ്റി ഷുഡ് ബി ഈക്വൽ ടു റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഈക്വൽ, അത് ബാലൻസ്ഡ് ആയിരിക്കണം. ബോത്ത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ ഡിവിസിബിൾ. അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോ അത് തെറ്റാണ്. അപ്പോ ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റ്. Following are the steps in the process of delegation of authority. Assignment of task, creation of responsibility, granting authority, fixing accountability. ഇവിടെ അതേ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ടാസ്ക് എന്താണെന്ന് അസൈൻ ചെയ്യുക, അതിനുശേഷം റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റിംഗ് ദ റെസ്പോൺസിബിലിറ്റി, ദെൻ അതോറിറ്റി, അതായത് ത്രൂ ആൻ ഓർഡർ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതോറിറ്റി ഗ്രാന്റ് ചെയ്യുക, ഫിക്സിംഗ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രമാത്രം കംപ്ലീറ്റ് ആയി എന്നുള്ളത് അവരെന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. അതായത് ടൈമിൽ ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ടാവും. ആ ഒരു ഷെഡ്യൂളിൽ ഇവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെ എത്രമാത്രം കംപ്ലീറ്റ് ആയി എന്നുള്ളതിനെ പറ്റി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ 1, 2, 3 and 4 എന്നുള്ളതാണ് ഇതിന്റെ സീക്വൻസ്. ഡാഷ് ഓതർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ടൈലർ ആണ് അല്ലെ പ്രിൻസിപ്പിൾ ഓഫ് അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ്, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന ആരെയാണ്? FW ടൈലറിനെയാണ് അല്ലെ. മോഡേൺ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാരായിരിക്കും? ഹെൻറി ഫയോൾ ആണ്. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മീൻസ് ദ സെയിം തിങ്. ദിസ് ഒപ്പീനിയൻ വാസ് ഗിവൺ ബൈ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടോപ്പ് മാനേജ്മെന്റ് ലെവലിലാണ് ഹെൻറി ഫയോൾ 14 പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് എന്ത്? മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒന്നാണ്, അല്ലെങ്കിൽ ആ രണ്ടും ഒരു സെയിം തിങ് ആണ് എന്ന് പറഞ്ഞത് ആരാണ്? ഹെൻറി ഫയോൾ ആണ്. ഓക്കെ, FW ടൈലർ ഏത് ലെവലിലാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? മിഡിൽ ലെവൽ ആൻഡ് ഓപ്പറേഷണൽ ലെവലിലാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ശരിയാണല്ലോ. Which of the following is the main disadvantage of the line organization? ലൈൻ ഓർഗനൈസേഷന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? റിജിഡ് സ്ട്രക്ചർ, ഡിലേസ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ഹാവ് ടു ഡു എക്സസീവ് വർക്ക്, ഓൾ ഓഫ് ദി അബോവ്. ഏതായിരിക്കും? ഓൾ ഓഫ് ദി അബോവ് ആണ്. ഈ സ്ട്രക്ചർ വളരെ റിജിഡ് ആണ്. നമുക്കൊരിക്കലും തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്നും പറ്റില്ല. ശരിയല്ലേ? ഒരു കമാൻഡ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം നമുക്കില്ല. വൈ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കാൻ പറ്റില്ല. ശരിയല്ലേ? വളരെ റിജിഡ് ആണ്. ഡിലേസ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു കമാൻഡ് അതോറിറ്റി നേരെ താഴേക്കാണ്. അപ്പൊ അല്ലെങ്കിൽ ആ ഒരു കമാൻഡ് ഫ്ലോ ചെയ്യുന്നത് വളരെ ഡിലേ ആവും.
താഴേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവലിലേക്ക് എത്തുമ്പോൾ വളരെ ഡിലേ ആവും. കാരണം ഒരുപാട് ആൾക്കാരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഫർമേഷൻ ബോട്ടം ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ഡിലേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ഹാവ് ടു ഡു എക്സസീവ് വർക്ക്. ശരിയാണ്, കാരണം അവിടെ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വേറെ സ്റ്റാഫ് ഒന്നുമില്ല. ഡാഷ് ഓർഗനൈസേഷൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സ്റ്റീൽ പ്ലാന്റ്സ്. ഒരു സ്റ്റീൽ പ്ലാന്റിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരിക്കലും ലൈൻ ഓർഗനൈസേഷൻ വരില്ല, ശരിയല്ലേ? സ്റ്റാഫ് ഓർഗനൈസേഷനും ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും അറിയാം, ഇപ്പൊ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അവിടെ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ വേരിയസ് സ്പെഷ്യലിസ്റ്റുകൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ശരിയാണല്ലോ? അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ ആണ് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏതായിരിക്കും? ലൈൻ, സ്റ്റാഫ് ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതില് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പോ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധയോടെ, കാരണം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന്റെ അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 ക്വസ്റ്റ്യൻ അത് നമുക്ക് ഒരിക്കലും മിസ് ആവാൻ പാടില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.